അധികാര ഗർവങ്ങളെ നിശ്ചിതമായ വിമർശനങ്ങളാൽ കെടുത്തിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പരിതോവസ്ഥകളെ സന്തുലിതമാക്കാൻ കക്ഷി രാഷ്ട്രീയാതീതമായ ജനകീയ മനസ്സ് സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ശ്രീ സുകുമാർ അഴീക്കോടാണ് DC കിഴക്കേമുറി അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത്. ജനാധിപത്യത്തിന്റെ കാവൽ ഭടനായ അദ്ദേഹത്തെ ജനാധിപത്യത്തിന്റെ പരീക്ഷണ മുഖങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഈ DC അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ടി പത്മനാഭനും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ തന്നെ നിർവഹിച്ച വന്ദനീയയായ ഡോക്ടർ വന്ദന ശിവത്തിനും യോഗത്തിൽ എന്നെപ്പോലെ തന്നെ സംസാരിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ ബാലകൃഷ്ണനും അംബികാസുധനും മറ്റ് എല്ലാ എഴുത്തുകാരായ സുഹൃത്തുക്കൾക്കും പിന്നെ ഈ DC ബുക്സിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നടത്തിപ്പുകാരനായ ശ്രീ രവി DCക്കും കണ്ണൂരിലുള്ള സഹൃദയരായ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹപൂർവമായ വന്ദനം. ഞാനിവിടെ ഇത്ര നേരവും ഭയപ്പെട്ടിരുന്നത് ഈ വെളിച്ചത്തിൻ്റെ ഭയങ്കരത ഓർത്തായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ സഹിക്കാൻ കഴിയുന്നൊരു നിലയിലായിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് സദസ്സിനെയൊക്കെ കാണാം. നേരത്തെ ഞങ്ങൾ ഈ വെളിച്ചമേ കണ്ടിരുന്നുള്ളൂ, സദസ്സിലുള്ള ആരെയും കണ്ടിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇനിയും ഒരുപാട് ഔപചാരികങ്ങളായ ഇനങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയുള്ള പ്രഭാഷണം ഞാനൊന്ന് ഒതുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് DC അനുസ്മരണത്തിൽ സംസാരിച്ച 5-8 അഖിലേന്ത്യാ പ്രശസ്തരായ വ്യക്തികൾ നിങ്ങൾക്ക് പിന്നീട് ഒരുപക്ഷെ കാണാൻ അവസരം ലഭിക്കാത്ത വിധത്തിലുള്ള വ്യക്തികളായിരുന്നു, MT ഒഴികെ. ഞാനാണെങ്കിൽ ഇനിയും എത്രയോ തവണ കണ്ണൂരിലും കോട്ടയത്തുമൊക്കെ ആയിട്ട് സംസാരിക്കാൻ അവസരമുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഉപയോഗിച്ച് ഈ അനുസ്മരണ പ്രഭാഷണം നീട്ടണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ അതിഥി എന്ന നിലക്ക് സംസാരിക്കുന്നതിലേറെ ഞാൻ ആതിഥേയൻ എന്ന നിലക്ക് സംസാരിക്കുന്നത് അല്ലേ ഉചിതമാവുക എന്ന് പോലും ആലോചിക്കുകയാണ്. 55 കൊല്ലം മുമ്പും 33 കൊല്ലം മുമ്പും കണ്ണൂരിൽ സംസ്കാരത്തിൻ്റെ 2 നാളങ്ങളെ തിരിച്ചുവിട്ട ഒരു വലിയ സംഭവത്തിൻ്റെ ഇരട്ടയെ നാം ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. DC ബുക്സിൻ്റെയും കറണ്ട് ബുക്സിൻ്റെയും പ്രവേശം. മലയാളത്തിലെ ഗ്രന്ഥസംബന്ധിയായ ഏറ്റവും വലിയ സംഭവം SPCSൻ്റെ ഉദയാസ്തമയങ്ങൾക്ക് ശേഷം DC ബുക്സിൻ്റെ പ്രവർത്തനമാണ്. SPCS ക്ഷീണിച്ച ആ ഒരു ശൂന്യാന്തരീക്ഷത്തിൽ DC-യുടെ ചാതുര്യം മറ്റൊരു പ്രസാധന ലോകത്ത് സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മറ്റെന്തെല്ലാം തരം നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിച്ചാലും അതിൻ്റെ ഉള്ള് പൊള്ളയായി തന്നെ ഇരിക്കുമായിരുന്നു. നമ്മുടെ സാധാരണ ജനങ്ങളുടെ അഭിരുചിയെ സാംസ്കാരികമായ ഒരു ഉയർന്ന നിലയിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ച വളരെയേറെ നമ്മുടെ ഭാഗധേയത്തെ പോലും നിയന്ത്രിക്കാൻ സാധിച്ച ഒരു പ്രസ്ഥാനമാണ് DC ബുക്സ്. ഞാൻ ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് DC-യെ പറ്റി ഉത്തരേന്ത്യയിലുള്ള പ്രസാധകർക്ക് എത്ര വലിയ മതിപ്പാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഒരൊറ്റ വ്യക്തിയുടെ പേരിൽ ഒരു പ്രസാധന പ്രസ്ഥാനം വളരെയേറെ മഹത്തായ സേവനം ചെയ്തതിന് DC-യുടേത് പോലുള്ള ഒരു ഉദാഹരണം വേറെ കാണാൻ പ്രയാസമാണ്. അതിൻ്റെ അടിയിൽ ഉള്ളത് എന്താണെന്ന് ആലോചിക്കുക ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഒരു പ്രഭാഷകൻ്റെ കർത്തവ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു പ്രത്യേകമായ വിഷയവും കൂടെ തന്നിരിക്കുകയാണ്. അതിനു മുമ്പ് അല്പസമയം DC-യുടെ ഈ ഒരു വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് ചിലത് വളരെ കാലത്തെ പരിചയം കൊണ്ടുള്ള ചില
ഓർമ്മകളുടെ അടിയിലുള്ള ചില ധാരണകൾ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. DC-യുടെ ഏറ്റവും വലിയ മഹത്വം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ നന്മയാണ്. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും നല്ലത് കാണിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അദ്ദേഹം എപ്പോഴും എന്നോട് നല്ലതേ കാണിച്ചിട്ടുള്ളൂ. താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും കാണും. അദ്ദേഹത്തിൻ്റെ ഫലിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നന്മയോടുകൂടെയുള്ള ലോകത്തോടുള്ള നോട്ടമാണ് ഫലിതം എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് പരിചയമുള്ള പൂർവകാല ഫലിത സാഹിത്യകാരന്മാരുടെ തീവ്ര ഫലിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം വേദനിപ്പിക്കുമ്പോഴും തലോടിക്കൊണ്ടുള്ള ഒരു ഫലിത രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കുമ്പോൾ ഞാനിന്ന് സംസാരിക്കേണ്ട വിഷയത്തിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സ്മരണ പതുക്കെ തുറക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഫലിതത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. പത്രങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസ്താവിച്ചു, ഈ രാവിലെ 5-10 പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചിന്താക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യമാണ്, പുറത്തു പറയരുത് എന്നൊരു പുതിയ ലേഖന സമാഹാരമുണ്ട്. അതിലൊരു ലേഖനത്തിലാണ് ഇതുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയുമ്പോൾ DC പറയും, പട്ടം താണപ്പൊള്ള ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പത്രത്തെപ്പറ്റി ഒരിക്കലും പത്രം എന്ന് പറഞ്ഞിരുന്നില്ല, കടലാസത്താണ് പറയുക. അത് അദ്ദേഹം വായിക്കാറുമില്ല. പട്ടത്തിനുള്ള ഒരു വലിയ ഗുണം അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരിക്കലും ചിന്താക്കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പതുക്കെ പോകും. അതൊരു മുറിപ്പെടുത്തുന്ന ഫലിതമല്ല. പക്ഷേ പട്ടത്തിനെ പോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം മുഖത്ത് ചെറുതായിട്ടൊരു താടനം നടത്തിയിട്ട് കടന്നു പോകുന്ന ഒരു കടുത്ത കാറ്റ് പോലെയാണ് ആ ഫലിതം പ്രവർത്തിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരായാലും അദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവമുണ്ട്. അത് വസ്തുതകളോടുള്ള ആദരമാണ്. വസ്തുതകളെ വസ്തുതകളായിട്ട് അവയുടെ പവിത്രതയിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് നമ്മുടെ പത്രലോകത്തിന് ഇന്ന് പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധമാണ്. അത് വസ്തുത എന്നുള്ളത് ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പത്രപ്രവർത്തനത്തിൽ. എല്ലാവർക്കും തങ്ങളുടേതായ പക്ഷപാതങ്ങളുടെ വമ്പിച്ച ഒരു നിക്ഷേപം മനസ്സിലുണ്ട്. ഈ പക്ഷപാതത്തിൻ്റെ ചുങ്കം കൊടുത്തല്ലാതെ ഒരു സംഗതിയെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇദ്ദേഹം പക്ഷപാതത്തെ വർജിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽ ഒരാൾ നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണനാണ്, ഉഴവൂർക്കാരൻ. അവർ തമ്മിൽ വളരെ അടുപ്പമാണ്. KR നാരായണൻ രാഷ്ട്രപതിയായിട്ട് ചെയ്ത ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ തൻ്റെ മുൻഗാമികളായ രാഷ്ട്രപതിമാരെ അനുസ്മരിച്ചുകൊണ്ട് പേരെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പേര് അദ്ദേഹം വിട്ടുപോയി, രാഷ്ട്രപതിയെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിശോധിക്കാനും എല്ലാം വലിയൊരു സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രപതിയുടെ പേര് അദ്ദേഹം വിട്ടുപോയി. ഇപ്പോൾ DC ചെറിയ കാര്യങ്ങൾ എഴുതുന്ന കാലമാണ്. തനിക്ക് ഏറ്റവും ആദരണീയനും തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന വ്യക്തിയുമെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും എഴുതിയിട്ടുള്ള KR നാരായണൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രഭാഷണത്തിൽ വന്ന ഒരു ചെറിയ ഈ ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മളാണെങ്കിൽ അത്തരത്തിലൊരു സംഗതി നമ്മൾ വീഴുന്നു. KR നാരായണനോട് സ്നേഹമുണ്ട്, പക്ഷേ DC-ക്ക് വസ്തുത എന്ന് പറയുന്ന ഒരു സംഭവ സത്യമുണ്ടല്ലോ. ആ സംഭവ സത്യത്തോട് അദ്ദേഹത്തിന് അമിതമായ ആദരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നാരായണന് പോലും ചെറിയൊരു ഇടിവ് സംഭവിച്ചാലും ഞാൻ ഈ വസ്തുതയെ ആദരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ വസ്തുത അദ്ദേഹം പറയുകയാണ്. നമ്മുടെ ഡെമോക്രസിയിൽ ഏറ്റവും നമുക്ക് പാവനമായി സംരക്ഷിക്കേണ്ട ഒരു സ്വഭാവമാണത്. എന്തിനെങ്കിലും നമുക്ക് ജീവിതത്തിൽ
പവിത്രവും അഭേദ്യവുമായിട്ട് കാണാനുള്ള ഒരു സംസ്കാരം വേണ്ടതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാറ്റിനെയും നാം ചവിട്ടി വൃത്തികേടാക്കി അമൃതം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊന്ന് കാർക്കിച്ചു തുപ്പി ഒരു മനുഷ്യനും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ അമൃതത്തെ കേവലം മലീമസമായ ഒരു പാനീയമാക്കി മാറ്റുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ഡെമോക്രസി ഇന്ന് 10-60 കൊല്ലമായി. ആ വിഷയത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു അതിർവരകൾ മാത്രമേ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റ് സംഗതികളൊക്കെ പിന്നീട് നിങ്ങൾക്ക് തന്നെയും കൂടുതൽ ചിന്തിക്കാവുന്നതും എനിക്ക് സമയം കിട്ടുമ്പോൾ എവിടെയെങ്കിലും വെച്ച് പറയാവുന്നതുമാണ്. നമ്മുടെ ഈ 60 കൊല്ലം എന്ന് പറയുന്നത് അതിന് മുമ്പിലത്തെ നമ്മുടെ ഒരു വലിയ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഒരുക്കിയ ഒരു പ്രത്യേകമായ സുഖലോകമാണ് സ്വാതന്ത്ര്യം നേടിയ ഭാരതം. അതിനു മുമ്പ് അത് നമ്മുടെ ഒരു സമരകാലമായിരുന്നു. അക്കാലത്തെ കഷ്ടപ്പാട് മുഴുവനും 47 ആഗസ്റ്റ് 15 ശേഷമുള്ള ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു ലോകം ഇവിടെ ഉടലെടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിൽ നടത്തിയ സമരമാണ്. അങ്ങനെ ആ സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മുടെ മുഴുവൻ വിചാരങ്ങളും ഭാവിയിലുള്ള ഭരണത്തിന് എങ്ങനെ അടിത്തറയാകണം എന്നുള്ളത് നാം ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. ആ ഗ്രന്ഥമാണ് നമ്മുടെ ഭരണഘടന. സ്വാതന്ത്ര്യ സമരത്തിൽ എന്തെല്ലാം ഹൃദയത്തിൽ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നുവോ ആ അഭിലാഷങ്ങൾക്ക് നിയമരൂപം കൊടുക്കുകയാണ് ഭരണഘടന ചെയ്തത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ രംഗം അതിനുശേഷം ഈ ഭരണഘടനയുടെ ആ ഒരു നിർദ്ദേശങ്ങളുടെ വഴിയിലൂടെ എത്രമാത്രം പോയി എന്നുള്ളതാണ് ഞാൻ ഈ പരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ വാക്ക് ഞാൻ എടുക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ ആന്തര ജീവിതം, ഇതെല്ലാം അദ്ദേഹം കൂടുതൽ കൂടുതൽ നല്ലൊരു ജീവിതമാക്കി മാറ്റുന്നതിനുള്ള പരീക്ഷണമായി ഉദ്ദേശിച്ചതാണ്. മഹാത്മാഗാന്ധിയുടെ എക്സ്പെരിമെൻ്റ് എന്നുള്ള വാക്ക് അദ്ദേഹത്തെ പറ്റി നാം സാധാരണയായി പറയാറുള്ളത് ഗാന്ധിജി ഒരു ശാസ്ത്രീയ മനോഭാവമില്ലാത്ത മനുഷ്യനാണ് എന്ന് പലരും ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഗാന്ധിജി ഇവരെക്കാളെല്ലാം ശാസ്ത്രീയ മനോഭാവമുള്ള വ്യക്തിയാണ് എന്ന് എന്നേക്കുമായി തെളിയിക്കുന്ന ഒരു ആത്മമുദ്രയുള്ള പദമാണ് ഈ എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. ലോകത്തിലെ അനേകം ആത്മകഥകളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുടെ ആത്മകഥകൾ തന്നെ. പക്ഷേ ജീവിതത്തെ ഒരു എക്സ്പെരിമെൻ്റായിട്ട് കണ്ട ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. അത് ശാസ്ത്രവിരോധിയെന്നും ശാസ്ത്ര വിപരീത സംസ്കാരത്തിൻ്റെ പ്രയോക്താവെന്നും എല്ലാം പറയപ്പെടുന്ന ഗാന്ധിജിയാണ് എക്സ്പെരിമെൻ്റ് ആക്കിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ എക്സ്പെരിമെൻ്റാണോ അതുപോലെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളൊരവസരമാണ് കിട്ടിയത്. ഭരണഘടന നമുക്ക് കുറേ ആദർശങ്ങൾ പറഞ്ഞു. അത് ഭരണത്തിലൂടെ നടത്താൻ സാധിക്കുമോ എന്ന പരീക്ഷണമാണ് പിന്നീട് നടത്തേണ്ടിയിരുന്നത്. നമ്മൾ ആ പരീക്ഷണത്തിൽ എത്രമാത്രം വിജയിച്ചു എന്ന് ഞാനിവിടെ കണക്ക് പറയുന്നില്ല. പക്ഷേ നാം വിജയിച്ചുവോ എന്നുള്ളത് വളരെ സംശയിക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ചായ്വുണ്ട്. ആ ചായ്വ് പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ നന്നാക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് ചായ്വ്. അത് ഗാന്ധിജിയുടെ എക്സ്പെരിമെന്റിന്റെ അന്ത്യമായ നിഗമനമാണ്. ഭരണകർത്താക്കളോട് അദ്ദേഹം പറയുകയുണ്ടായി, ഭരണത്തിൻ്റെ അധികാരം മുഴുവൻ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് പല നയങ്ങളും പല നിയമങ്ങളും അവതരിപ്പിക്കണമെന്നൊക്കെ തോന്നും. അവിടെയും അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ്, ഒരു ടെസ്റ്റിൻ്റെ ഒരു സ്വീകാര്യതയുടെ മാനദണ്ഡം കാണിക്കുകയാണ്. അങ്ങനെ നയങ്ങളും നിയമങ്ങളും എല്ലാം അവതരിപ്പിക്കുമ്പോൾ ഇത് ശരിയോ എന്ന് പരീക്ഷിക്കേണ്ടത്. അതാണ് പരീക്ഷണം. എങ്ങനെ പരീക്ഷിക്കും? അദ്ദേഹം അതിനൊരു മാർഗം പറഞ്ഞു. നിങ്ങൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും പാവപ്പെട്ടവർ ഒരുത്തനുണ്ടാവുമല്ലോ. ഏറ്റവും പാവപ്പെട്ടവനെ നിങ്ങളുടെ മനസ്സിൽ അവൻ്റെ മുഖം ഒന്ന് ചിത്രീകരിക്കാമോ? നിങ്ങളുടെ മനസ്സിൽ അവന് ഈ നയവും ഈ നിയമവും ഗുണകരമാണോ എന്ന് ചിന്തിക്കുക. ആ പാവപ്പെട്ടവന് ഇത് ഗുണകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമസഭകളിലും പാർലമെന്റിലും ഇത് അവതരിപ്പിക്കുക. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും
ഈ ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാം എന്നേക്കുമായി അവരുടെ കർമ്മങ്ങളുടെ വിശുദ്ധിയെ പരിശോധിക്കുവാനുള്ള ശാസ്ത്രീയമായ ഒരു മാനദണ്ഡമാണ് അദ്ദേഹം നൽകിയത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ കാലത്ത് പാവപ്പെട്ടവന്റെ മുഖം മനസ്സിൽ വരുത്തണമെന്ന് തോന്നുമ്പോൾ തൻ്റെ മുഖമല്ലാതെ മറ്റൊരു മുഖം വരുന്നില്ല. അതാണ് ഇന്നത്തെ ഡെമോക്രസിയുടെ പരാജയം എന്ന് നാം ഓർമ്മിക്കേണ്ടതാണ്. ഏറ്റവും പാവപ്പെട്ടവൻ ഞാൻ തന്നെ. അതുകൊണ്ട് ഈ പണമൊക്കെ എനിക്ക് തന്നെ എടുക്കാം. അങ്ങനെയാണ് ഈ അഴിമതി വരുന്നത്. പാവപ്പെട്ടവന് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട ധനം പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ അത് അഴിമതിയല്ല, അത് നീതിയാണ്. അവിടെയാണ് നമ്മുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ആഴമേറിയ കുഴി എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ഭരണഘടനയിൽ ഇതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വികസനം വേണം. നമ്മുടെ ഭരണാധികാരികൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് വികസനം എന്നവർ പറയില്ല. അവർ പറയുന്ന വാക്ക് ഇംഗ്ലീഷാണ്, ഡെവലപ്മെന്റ്. ഭരണഘടനയിൽ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് പറയുന്നില്ല. ഭരണഘടനയിൽ പറഞ്ഞത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുഴുവനും എല്ലാ തരത്തിലുമുള്ള ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള വഴികൾ ഉണ്ടാക്കണം. എന്നിട്ട് അവർ സോഷ്യൽ, ഇക്കണോമിക്, പിന്നെ പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിവിധ മുഖങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കും. അവിടെ എല്ലാം ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിമിതിയുണ്ട്. അത് ഭരണഘടനയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പരിമിതി എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ട് അത് കുന്നുകൂടരുത്. ഒരു പുതിയ സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ അത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തിൽ അവസാനിക്കരുത് എന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയി എത്രയോ ദശാബ്ദങ്ങളായി. നമ്മളിപ്പം വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് നമ്മുടെ പൊതു സമ്പത്ത് എന്താണ്, നമ്മുടെ വരുമാനം, വാർഷിക വരുമാനം കൂടി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വലിയ ഏറ്റവും വലിയ പണക്കാരുടെ സമ്പത്ത് കൂടെ കൂടിയുള്ള ഒരു അർത്ഥശൂന്യമായ ദേശീയ ശരാശരിയാണ് ഇവർ പറയുന്ന സമ്പത്ത്. ഈ ദേശീയ ശരാശരി ഒരു മിഥ്യയാണ്. ദേശീയ ശരാശരി എന്നുള്ളത് ഈ രാജ്യത്തിലെ പാവപ്പെട്ട 10-20 കോടി ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാത്തതാണ്. ഒരു ഭരണാധികാരി ശരാശരിയും പറഞ്ഞ് സന്തോഷിക്കുക. നമ്മുടെ കേന്ദ്രത്തിലെ ചിദംബരത്തെ പോലെ അദ്ദേഹം പത്രപ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ ഈ ശരാശരി പറയാൻ വേണ്ടിയാണ് അദ്ദേഹം പത്രപ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം ശരാശരി പറയുമ്പോൾ ശരാശരിയുടെ താഴെയുള്ളവനാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവൻ എന്നുള്ള ഭാരതീയ ജീവിതത്തിലെ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ദുഃഖസത്യം അദ്ദേഹം വിസ്മരിക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ യാഥാർത്ഥ്യത്തെ അവർ കണ്ണടച്ചിരുട്ടാക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ സാങ്കേതിക മിഥ്യാപ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഈ ശരാശരി ദേശീയ വരുമാനം 8.5 പിറ്റേത്തെ കൊല്ലം പറയും. അപ്പോൾ പത്രക്കാരുടെ ഒക്കെ ഒരു എഡിറ്റോറിയൽ ഒക്കെ വന്നു, ദേശീയ ശതമാനം 12 ദേശീയ ശതമാനം 8.5 ആയാലും 12 ഈ രാജ്യത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് ചോടയുള്ളവൻ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് ചോടയ തന്നെയാണ്. അത് ഭരണഘടനയുടെ ഈ ഒരു വലിയ ഒരു നിങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ഒരു പ്രവർത്തന ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ വാർത്തകൾ എന്താണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ വാർത്തകൾ ബച്ചന്റെ മകന്റെ കല്യാണമാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹധനം കൊടുക്കത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു രാജ്യത്തിൽ മീഡിയക്കാർക്ക് ഈ വിവാഹത്തിൻ്റെ പടമെടുക്കുന്നതിൻ്റെ കുത്തക കൊടുത്തതിൻ്റെ പേരിൽ 10-15 കോടി വാങ്ങിച്ച അമിതാഭ് ബച്ചൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ചിത്രീകരണമാണ് പത്രങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു മുഖം. നമ്മൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്ത, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുണ്ടോ? ഏറ്റവും വലിയ പണക്കാരുടെ കൂട്ടത്തിൽ അംബാനിയും മിറ്റലും ഉണ്ട്. അത് പത്രത്തിലെ ഏറ്റവും വലിയ വാർത്തകളാണ്.
ഈ രാജ്യത്ത് 60 കൊല്ലത്തെ അഭിവൃദ്ധിയുടെ ഫലമായിട്ട് ഇപ്പോഴും 10-20 കോടി ജനങ്ങൾക്ക് ജീവിതത്തിൻ്റെ സാമാന്യ സുഖങ്ങൾ പോലും ഇല്ലാതെ വരുന്നു എന്നുള്ളത് മറക്കുവാൻ വേണ്ടി ഇവരുണ്ടാക്കുന്ന വാർത്തകളുടെ ഒരു അസത്യപൂർണമായ ജാടയാണ് ഇത് എന്നതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. അവിടെയാണ് ഞാൻ ഈ വസ്തുതകളുടെ കാര്യം പറയുന്നത്. നിങ്ങൾ എന്ത് ശരാശരി പറഞ്ഞാലും ഈ വസ്തുതയുണ്ടല്ലോ, ഇവിടുത്തെ ഈ ദാരിദ്ര്യ ദുഃഖം, അത് ചിലപ്പോൾ ഈ മീഡിയ, ഇപ്പോഴത്തെ ഈ TV ചാനലിന് ഒരു ഗുണമുണ്ട്. അതിൻ്റെ കണ്ണാടി ചില്ലുകളിലൂടെ നമുക്ക് ചിലപ്പോൾ ഈ സത്യത്തിൻ്റെ ഈ ദുർദർശമായ അതിൻ്റെ ദുരിതമുഖം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുള്ള ആദിവാസികളുടെ ജീവിതം, നമ്മൾക്ക് വാസ്തവത്തിൽ ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് പറയുന്നതിനും അർത്ഥമില്ല എന്ന് തോന്നിപ്പോകുന്നു. ഞാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ യുഗത്തിൽ കഴിയുന്ന സമയത്ത് കോളേജിൽ നിന്ന് പുറത്തു വന്ന ഒരു ആദർശപൂർണനായ യുവാവായിരുന്നു. ഇപ്പോഴും ഞാൻ അന്ന് ഒരു പ്രസംഗവേദിയിൽ ഞാൻ കയറുമ്പോൾ ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രഭാഷകനാണ്. ഇന്ന് ഞാനൊരു പ്രസംഗവേദിയിൽ കയറുമ്പോൾ ഏറ്റവും പ്രായം കൂടിയവനാണ്. ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു 60 കൊല്ലം ആയുസ്സിൻ്റെ ഈ അനിവാര്യമായ ഈ ഒരു മുന്നോട്ട് പോകലിൽ 80 എന്നല്ലാതെ ഈ രാജ്യത്തിന് എന്തൊരു മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ കഴിച്ചിട്ട് ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ പുഴുത്ത് വെക്കുന്ന കുട്ടികൾ 1, 2, 3, 4 ആയിരക്കണക്കിനുണ്ട്. അത് നമ്മുടെ നിയമസഭയിൽ വരുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ നിയമസഭയിൽ വരുമ്പോൾ ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിന് ഞങ്ങൾക്ക് പണം തരേണ്ടത് എന്ന് പറഞ്ഞ് ഹൃദയമുള്ള ഒരു മന്ത്രിക്ക് അത് പറയാൻ കേന്ദ്ര ഗവൺമെൻറ് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഡോസൾഫാൻ കുട്ടിക്ക് ചിന്തിക്കേണ്ടതില്ല. എൻഡോസൾഫാൻ കുട്ടി എന്നുള്ള ഒരു ഈ ദുരിത പ്രതിഭാസം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ആർക്കും ഇവിടെ കേന്ദ്രമാണോ എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഏതു കാലത്ത് മന്ത്രി എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ഇങ്ങനെയുള്ളൊരു യുഗത്തിലാണ്. ഇതാണ് നമ്മുടെ ഈ പരീക്ഷണ മുഖങ്ങൾ. ഭരണഘടന ഏത് ആദർശം നമുക്ക് തന്നോ ആ ആദർശത്തെ നമുക്ക് പ്രായോഗികമാക്കുവാനുള്ള പരീക്ഷണത്തിൽ നമ്മൾ വെറും കാപട്യത്തിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ലോകത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് എനിക്ക് ഈ പ്രഭാഷണത്തിൽ പറയാനുള്ളത്. അതുപോലെ ഓരോ തരവും നമ്മൾ ഈ സമ്പത്ത് ഒന്നും കൂടരുത്, അതിൻ്റെ അടിയിലുള്ളത് പ്രിയാമ്പിളിലുള്ള ഈക്വാളിറ്റി എന്നതാണ്, ജസ്റ്റിസ് ഫോർ ഓൾ. നമ്മുടെ ഈ എല്ലാവർക്കും നീതി എന്നുള്ളത്, എല്ലാവർക്കും നീതി എന്നുള്ളത് ഇവിടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചോ 60 കൊല്ലമായിട്ട്? ഇതിലാരാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ രാഷ്ട്രപതിമാർക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നും ചെയ്യാനില്ല. അവസാനമായി നമ്മൾ പറയുന്നത് ഒരു രാഷ്ട്രപതിക്ക് ഇവിടെ ഒന്നും പ്രവർത്തിക്കാനില്ല എന്നാണ്. നമ്മുടെ ഈ രാഷ്ട്രപതിയെ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ആടോപത്തോടുകൂടെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്? ഒന്നുമില്ല, ഒരാഭരണം എന്ന നിലയ്ക്ക് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കൊള്ളരുതായ്മയുടെ കാണിക്കുകയാണ്. ഈ രാജ്യത്ത് നമ്മുടെ നേരത്തെയുള്ള കലാം നല്ല മനുഷ്യനാണ്, സാമാന്യം നല്ല ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം എന്തൊക്കെ ചെയ്തുവോ അതിൻ്റെ 100-ൽ-1 രാഷ്ട്രപതിയായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. ഇത്തരത്തിലുള്ള വ്യർത്ഥതകളുടെ ഒരു അടിസ്ഥാനമില്ലാത്ത ഏതോ മിഥ്യാസൗധം കെട്ടിപ്പടുത്ത് നമ്മൾ ഒരു ജനാധിപത്യമെന്ന് അഭിനയിക്കുകയാണ്. ഇവിടെ ഈ ഒരു സത്യം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ഈ പരസ്പരമുള്ള കുറ്റാരോപണങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഒരു രീതി ഇവിടെ വന്നുപോയത് കൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പറഞ്ഞ് ഞാൻ ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റവൻ ചൂണ്ടിക്കാണിക്കുകയും അവൻ്റെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണുകയും ചെയ്യുന്ന പരസ്പര അധിക്ഷേപം വിനിമയം ചെയ്യുന്ന ഒരു കളരിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം.
ഞാൻ ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ഒരാഴ്ചത്തത് ഞാൻ വിശകലനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അവരുടെ കക്ഷിക്ക് വേണ്ടിയും എതിർകക്ഷിക്കെതിരായിട്ടും പറയുന്ന ആശയങ്ങൾക്ക് അപ്പുറത്ത് രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഭാവിക്ക് വേണ്ടിയും എത്ര വാചകങ്ങൾ പറയുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ അവർ 95% സ്വന്തം കക്ഷിക്ക് വേണ്ടിയും മറുകക്ഷിക്ക് എതിരായിട്ടും പറയുന്ന വാക്കുകളല്ലാതെ രാജ്യത്തിന് വേണ്ടി പറയുന്ന വാക്കുകൾ ഇവരുടെ ഈ പ്രഭാഷണങ്ങളിൽ നമുക്ക് ഒരിടത്തും കാണാൻ സാധ്യമല്ല. ഞാൻ പറയുന്ന സമയത്ത് അത് അഴീക്കോട് ഇങ്ങനെ പറയാമോ എന്നൊക്കെയുള്ള ഇതൊക്കെ പറയാൻ ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ DC-യുടെ ഈ അനുസ്മരണത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയുടെ ബീജങ്ങൾ വിതറുന്നതിന്, ഈ അസ്വസ്ഥത നിങ്ങൾ കൊണ്ടു നടക്കുവാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മളിപ്പോഴത്തെ ഈ ആണവ കരാറുടെ കാര്യം തന്നെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആണവ കരാർ ഒപ്പിടുവാൻ അവർ ഒരിക്കലും സമ്മതിക്കുകയില്ലായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്ക് ഈ ആണവ കരാറിൽ ഒപ്പിട്ടിട്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എത്ര ഞാൻ എഴുതിയതാണ്, അത് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഒന്നാലോചിക്കേണ്ടതാണ്, അമേരിക്ക എന്നുള്ളൊരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെയും യൂറോപ്പിൻ്റെയും ചരിത്രം, 20-ാം നൂറ്റാണ്ടിലെയും ഇപ്പോഴുള്ള ചരിത്രം നിങ്ങൾ ഒരു 2-3 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അമേരിക്ക നമ്മളെ ഇഷ്ടപ്പെട്ട രാജ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഏഷ്യയിലൊരു സ്ഥാനം കിട്ടുന്നതിന് ചൈന മറുവശത്ത് നിൽക്കെ ഇന്ത്യയുടെ സൗഹാർദ്ദം അവർക്ക് താൽക്കാലികമായ ഒരാവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇത്തരം സംഗതികളിലൊക്കെ ഉപരിപ്ലവമായ തരത്തിൽ ചിന്തിച്ച് ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ വിശേഷണങ്ങളാണ്. ഓരോ വിശേഷണവും അർത്ഥശൂന്യമായി മാറുകയാണ്. സോവറിനിറ്റി എന്നുള്ളത് ചുരുങ്ങി അമേരിക്ക ഇപ്പോൾ ഒരുതരം ടെസ്റ്റും പാടില്ലെന്ന് പറയുകയാണ്. ടെസ്റ്റ് പാടില്ലെന്ന് പറയുന്നത് അമേരിക്ക ചെയ്യേണ്ട ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ നിലയ്ക്കാണ്. ഇനി മറ്റാരും ചെയ്യേണ്ട. ഈ പിള്ളേർ മാങ്ങയെറിയുന്ന പോലെയാണ്. നല്ല കല്ലും ആരോഗ്യമുള്ള മുതിർന്ന പിള്ളേർ ആദ്യം മാങ്ങക്കെറിഞ്ഞിട്ട് കുറേ മാങ്ങയൊക്കെ സ്വന്തമായി, അപ്പോഴാണ് വീട്ടുകാരും വന്നിട്ട് പിള്ളേരെ തടയുന്നത്. അപ്പോൾ ഈ മാങ്ങ മുഴുവൻ സ്വന്തമാക്കിയ മുതിർന്നവൻ പറയും ഇനി ആരും മാങ്ങക്കെറിയരുത് എന്നും പറഞ്ഞിട്ട് അവൻ പിള്ളേരെയൊക്കെ ഓടിക്കും. അത്തരത്തിലുള്ള ഒരു പിള്ളേരെ മാങ്ങക്കെറിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അമേരിക്ക കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ പോക്കിനെ പറ്റി നമ്മൾ ഈ സങ്കുചിത പക്ഷപാതങ്ങളിൽ നിന്ന് നിർമുക്തമായ ഒരു സ്വതന്ത്ര മനസ്സോടുകൂടെ നമ്മൾ ഇതിനെ അവനവൻ്റെ അറിവ് വെച്ചുകൊണ്ടും രാജ്യത്തിൻ്റെ പൂർവ്വചരിത്രത്തെ അവലംബമാക്കിക്കൊണ്ടും രാജ്യം എങ്ങനെ വളരണമെന്ന സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ പരിശോധിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അത് DC-യുടെ ഒരു പൈതൃകമാണത്. നമ്മുടെ ഏറ്റവും ചെറിയ കാര്യത്തെപ്പറ്റി ലേഖനം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ധീരതയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രഹസ്യമാണ്, പുറത്തു പറയരുത്. എന്താണ് രഹസ്യം? നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോന്നറിയില്ല. രഹസ്യം രവി ഇവിടെ ഉണ്ട്, വേദനിപ്പിക്കുന്ന കാര്യമാണ്. രഹസ്യം അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ആരോടും പറയേണ്ടായിരുന്നു, അതിനെപ്പറ്റി ലേഖനം എഴുതിയതാണ്. എനിക്ക് ക്യാൻസർ വന്നിരിക്കുന്നു, ഞാൻ എന്തിനാണ് ഇത് രഹസ്യമാക്കേണ്ടത്? ഇതിലും വലിയ രോഗങ്ങൾ ആർക്ക് വരുന്നില്ലേ? നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ എന്നെ വിഷമിപ്പിച്ചൊരു ഉപന്യാസമാണത്. വായിച്ചു കഴിഞ്ഞാൽ കരയണമോ ചിരിക്കണമോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ നമ്മൾ വിഷമിക്കും. അത്ര ഒരു തത്വചിന്താത്മകമായ ഒരു നിസ്സംഗതയിൽ അദ്ദേഹം ജീവിതത്തെ കാണുകയായിരുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഒരു മനോഭാവം, നമുക്ക് ഈ നിസ്സംഗത, പക്ഷപാതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഈ പോക്കിനെ കാണുന്ന ഒരു ഫിലോസഫറിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും
അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും കുട്ടികളിൽ ഉണ്ടാക്കാനും തങ്ങളിൽ നിലനിർത്താനും പരിശ്രമിക്കേണ്ടതാണ്. അതിനുള്ള ഒരു നേരിയ പ്രേരണയായിട്ട് എൻ്റെ വാക്കുകൾ രൂപാന്തരപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിശ്വോത്തരമായ 18 കൃതികളുടെ വിവർത്തനങ്ങളാണ് DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. മലയാളി ഭാഗവതത്തെയും ജ്ഞാനസ്വരൂപത്തെയും പുതുക്കിപ്പണിയാൻ ശേഷിയുള്ള ഈ കൃതികൾ 3 സെറ്റുകളായി പ്രകാശിപ്പിക്കുകയാണ്. ആദ്യ സെറ്റിലെ പുസ്തകങ്ങൾ വന്ദന ശിവയുടെ ആഗോളവൽക്കരണത്തിന്റെ പുതുയുദ്ധങ്ങൾ, മൈക്രോ ഫിനാൻസിംഗ് എന്ന നൂതന പദ്ധതിയിലൂടെ നോബൽ സമ്മാനാർഹനായ മുഹമ്മദ് യൂനുസിന്റെ ആത്മകഥ, എഡ്വേർഡ് സെയ്ദിന്റെ ബുദ്ധിജീവി പ്രതിനിധാനങ്ങൾ, ഓർഹൻ പാമുക്കിന്റെ ഇസ്താംബുൾ എന്നിവയാണ്. ഇവ പ്രകാശിപ്പിക്കുന്നതിന് ശ്രീ ടി പത്മനാഭനെയും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ അബ്ദുള്ള സുബൈറിനെയും ക്ഷണിക്കുന്നു. ലോകോത്തരങ്ങളായ നോവലുകളുടെ വിവർത്തനങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെടുന്ന അടുത്ത സെറ്റ്. ഖാലിദ് കൊസൈനിയുടെ പട്ടം പറത്തുന്നവൻ, മരിയോ വർഗാസ് യോസയുടെ ആടിന്റെ വിരുന്ന്, കാർലോസ് ഫുയന്റസിന്റെ ആർത്തിമിയോ ക്രൂസിന്റെ മരണം, യൂഹോയുടെ ജീവിക്കാനായി, ഇംറെ കട്സിന്റെ പിറക്കാത്ത കുഞ്ഞിന്റെ ശ്രാദ്ധം, സാർത്ര, കെൻസാരോ വിവ തുടങ്ങിയവർ എഴുതിയ രാഷ്ട്രീയ കൊലപാതക കഥകളുടെ സമാഹാരമായ വിശ്വോത്തര കഥകൾ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, എൽഫ്രഡ് എൽനക്കിന്റെ ലസ്റ്റ് എന്നിവയാണ് ഇതിലെ കൃതികൾ. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിന് ശ്രീ N പ്രഭാകരനെയും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ശ്രീ TN പ്രകാശിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ത്രോട്ട്നി ലിങ്കഡൻ എഴുതിയ 2 സ്വീഡിഷ് നോവലുകളുടെ സമാഹാരമായ മധുരം സർപ്പത്തിന്റെ വഴി, ജസ്റ്റിൻ ഗാർഡറുടെ സോഫിയുടെ ലോകം, ഷൂസെ സരമാഗുവിന്റെ കൽച്ചങ്ങാടം, ആൽഫ്രഡ് ലെൽനക്കിന്റെ പെണ്ണുങ്ങൾ പ്രണയിനികൾ, ശശി തരൂരിന്റെ ഒരു ചെറുകഥാകൃത്തിന്റെ ഏകാന്തത, പൗലോ കൊയ്ലോയുടെ പോർട്ടോബെല്ലോയിലെ മന്ത്രവാദിനി എന്നീ കൃതികളാണ് ഇനി പ്രകാശനം ചെയ്യപ്പെടുന്നത്. പ്രകാശനം നിർവഹിക്കുന്നത് CV ബാലകൃഷ്ണനെയും സ്വീകരിക്കുന്നതിന് അംബികാസുധൻ മാങ്ങാടിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുതുതലമുറയിലെ എഴുത്തുകാരെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി DC ബുക്സ് ഏർപ്പെടുത്തിയ OV വിജയൻ സ്മാരക DC ബുക്സ് നോവൽ അവാർഡിന് വേണ്ടി 5 നോവലുകൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. രോഷ്നി സ്വപ്നയുടെ അരൂപികളുടെ നഗരം, സുമോദിന്റെ ഖനനങ്ങളുടെ ഓർമ്മയ്ക്ക്, സുരേഷ് P തോമസിന്റെ 2048 കിലോമീറ്റർ, P രഘുനാഥിന്റെ മറുമുഖം, ജോസ് K മാനുവലിന്റെ അഭിലോഷിക എന്നിവയാണ് ആ നോവലുകൾ. വായനക്കാർ കൂടി വിധികർത്താക്കളാവുന്ന ഈ നോവൽ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനമാണ് അടുത്ത ചടങ്ങ്. PK രാജശേഖരൻ, N പ്രഭാകരൻ, CV ബാലകൃഷ്ണൻ എന്നിവരാണ് വായനക്കാർക്ക് പുറമെയുള്ള വിധികർത്താക്കൾ. എഴുത്തുകാരും വായനക്കാരും സാഗൂതം ഉറ്റുനോക്കുന്ന ആ ഫലം പ്രഖ്യാപിക്കുന്നതിനായി CV ബാലകൃഷ്ണനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കട്ടെ. നോവൽ അവാർഡിന് പരിഗണിക്കപ്പെട്ട കൃതികളുടെ രചയിതാക്കളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സാഹചര്യങ്ങളുടെ ആരാധ്യരെ, സുഹൃത്തുക്കളെ, മറ്റു പ്രിയമുള്ളവർ, DC ബുക്സിൻ്റെ 33ാം വാർഷിക ചടങ്ങിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ശ്രീ DC എന്നെ
ഏൽപ്പിച്ചിട്ടുള്ളത്. അത് നിർവഹിക്കുന്നതിന് മുമ്പായി ഞാൻ അങ്ങേയറ്റം ആദരവോടെ ഓർക്കുന്ന, എന്നോട് വളരെയേറെ സ്നേഹം കാട്ടിയിട്ടുള്ള ശ്രീ OV വിജയനെ ഞാൻ മനസ്സുകൊണ്ട് പ്രണമിക്കട്ടെ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു വന്നത് 1969 അന്ന് കാണുന്നതെന്തും ആർത്തി പിടിച്ചു വായിക്കുമായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാരികയിൽ ഘനശ പ്രസിദ്ധീകരിച്ചു വന്ന ആ നോവലിൻ്റെ ഓരോ ലക്കവും അതീവ വിസ്മയകരമായിരുന്നു. അതിലെ കഥാപാത്രങ്ങൾ, അതിലെ ജീവിത മുഹൂർത്തങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങൾ, അതിൽ ചിത്രീകരിച്ചിട്ടുള്ള നാട്ടുവഴികൾ, നർമ്മം കലർന്ന മുഹൂർത്തങ്ങൾ, ലൈംഗികത ഒക്കെയും അന്ന് വിസ്മയകരമായിരുന്നു. അതിനു മുമ്പ് മഹത്തായത് എന്ന് പറയാവുന്ന നോവലുകൾ പലതും ഞാനും വായിച്ചിരുന്നു. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള വിദേശ സാഹിത്യ കൃതികൾ പലതും നമ്മുടെ വിമർശകർ മിക്കവരും, പ്രത്യേകിച്ച് നമ്മുടെ യാഥാസ്ഥിതിയിലും ഇടതുപക്ഷ വിമർശകരൊക്കെ ചെയ്തു. വിജയൻ തൻ്റെ വഴികൾ പിന്നെയും മാറ്റിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഗുരുസാഗരം എഴുതി, മധുരൻ ഗായകി എഴുതി, പ്രവാചകന്റെ വഴി എഴുതി, തലമുറകൾ എഴുതി. ഈ നോവലുകൾ ഒന്നുപോലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതെങ്കിലും വൈദേശിക എഴുത്തുകാരൻ സ്വാധീനിച്ചതുകൊണ്ടോ വൈദേശിക ഭാഷയിൽ ഏതെങ്കിലും സാഹിത്യം സ്വാധീനിച്ചതുകൊണ്ടോ എഴുതിയതാണ്. ഒരിക്കലും അദ്ദേഹം ഈ മറ്റു ഭാഷകളിലുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചോ സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. ഭാഷയിലെ ഏറ്റവും ഈ വഴിമാറി നടന്ന അവാങ്കാർഡ് എന്ന് പറയാവുന്ന നോവൽ എഴുത്തുകാരനാണ് OV വിജയൻ. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതി വായിക്കുമ്പോഴും, ചെറുകഥയായാലും നോവലായാലും, ഓരോന്ന് വായിക്കുമ്പോഴും അവ നമ്മെ അതിൻ്റെ ലാവണ്യം കൊണ്ട്, അതിൻ്റെ നിശ്ചിതത്വം കൊണ്ട് നമ്മെ അമ്പരപ്പിക്കുന്നു. ഇന്നും ആ കൃതികൾ പഴഞ്ചനായിട്ടില്ല. ഇപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 69 പ്രസിദ്ധീകരിച്ച ആ കൃതിക്ക് എടുത്തു പറയാവുന്ന ഒറ്റ പുരസ്കാരം പോലും ലഭിച്ചിട്ടില്ല. ആകെ കൂടി അന്ന് ലഭിച്ചത് ഒരു ചെറിയ പുരസ്കാരം മാത്രമാണ്. നമ്മുടെ അക്കാദമികളുടെ പുരസ്കാരം ഒന്നും അതിന് ലഭിച്ചില്ല. പക്ഷേ ആ നോവല് 69 പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇത്രയും വർഷക്കാലം മലയാളത്തിൽ സജീവമായിട്ട് അതിൻ്റെ ഒരു ആന്തരിക ചൈതന്യം നിലനിർത്തുകയും അനേകം പതിപ്പുകൾ വായിക്കപ്പെടുകയും വീണ്ടും വീണ്ടും ആളുകൾ അതിലേക്ക് തിരിച്ചു പോവുകയും പലരും ആ നോവലിൻ്റെ അധ്യായങ്ങൾ ഹൃദിസ്ഥമാക്കി മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായി. അത്യസാധാരണമായിട്ടുള്ള ഒരു സ്വീകരണമാണ് വായനക്കാരുടെ ആ നോവലിന് കിട്ടിയത്. അത് നമ്മുടെ നോവലിൻ്റെ പാരമ്പര്യത്തെ, മാമൂലികളെയൊക്കെ തകർത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു. അപ്പം അതിനുശേഷം മലയാള നോവലും അതുപോലെ ലോക നോവലും ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ OV വിജയന്റെ പേരിലുള്ള ഒരു നോവൽ മത്സരം പ്രഖ്യാപിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള ഒരു മത്സരമാണ്. വിജയന്റെ ഈ രചനാബോധത്തെ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ ശാസ്ത്രത്തെ ഒക്കെ സാധൂകരിക്കുന്നു, അതിനെ മറികടക്കുന്നത്, അതിനപ്പുറം പോകുന്നത് ആയിട്ടുള്ള ഒരു നോവൽ അവബോധം പ്രകടിപ്പിക്കപ്പെടുന്ന രചനകളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുക. അപ്പം ആ രീതിയിൽ ആണ് DC ബുക്സ് ഇങ്ങനെ ഒരു മത്സരം നടത്തിയത്. അതിൽ 100-ൽ പരം നോവലുകളാണ് അയച്ചു കിട്ടിയത്. അപ്പം ഈ മത്സരം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായിട്ടുള്ള ഒന്നാണ്. കാരണം ഈ രീതിയിലൊരു നോവൽ മത്സരം മലയാളത്തിൽ ഇന്നുവരെ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഇത് ഈ 100-ൽ പരം നോവലുകളിൽ നിന്ന് ഒരു സമിതി അതിലെ ഏറ്റവും പരിഗണനാർഹം എന്ന് തോന്നാവുന്ന 5 നോവലുകൾ കണ്ടെത്തുകയും ആ നോവലുകളെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ നോവലുകൾ വായനക്കാരുടെ വിലയിരുത്തലിനായിട്ട് അത്
പ്രകാശനം ചെയ്തു. അതിനുള്ള വിലയിരുത്തലിനുള്ള ഒരു ഷീറ്റ് കൂടി അടക്കം ചെയ്തിട്ടാണ് ഈ 5 നോവലുകൾ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ നോവലുകൾ 1000 കോപ്പി വീതം പ്രസിദ്ധീകരിച്ച നോവലുകൾ ഒരു വർഷം കൊണ്ട് തന്നെ അതിൻ്റെ ഏതാണ്ട് 1/4 ഭാഗവും, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിൻ്റെ 1/4 ഭാഗവും വിറ്റ് തീരുകയുണ്ടായി. അതിൽ നിന്ന് വായനക്കാർ അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചു. അതിനുശേഷമാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു അവാർഡ് നിർണയ സമിതി രൂപീകരിക്കുകയും ആ സമിതി ഈ നോവലുകളിലൂടെ കടന്നു പോവുകയും അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തു. അപ്പം ഈ ഒരു പ്രക്രിയ മലയാള നോവലിൽ മലയാളത്തിൻ്റെ ഈ സാഹിത്യ മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പം ഇത് മലയാളത്തിലെ ഈ പുതിയ പ്രതിഷ്ഠിതരാകാൻ ആഗ്രഹിക്കുന്ന നോവലെഴുത്തുകാർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് മുമ്പൊരിക്കലും ഞാൻ നേരത്തെ പ്രഭാകരനോട് പറയുകയാണ്, നമ്മളൊക്കെ പണ്ട് എഴുതി തുടങ്ങുന്ന കാലത്ത് ഒരിക്കലും ഇത്രയേറെ അവാർഡ് തുകയുള്ള 1,00,000 രൂപയാണ് ഇതിന് അവാർഡായിട്ട് നിശ്ചയിച്ചു. ഇത്രയേറെ അവാർഡ് തുകയുള്ള ഒരു മത്സരവും അക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ എഴുത്തുകാർക്ക് അവരുടേതായിട്ടുള്ള നിലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത 5 പേരും, അല്ലെങ്കിൽ അതിൽ ഷോർട്ട് ലിസ്റ്റ് പെട്ട 5 പേരും അത് വായിക്കുന്നതിന് മുമ്പേ എന്നിൽ പ്രതീക്ഷ ഉളവാക്കിയത്. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ അവർ ഭാഗഭാക്കാവുന്നു. ഈ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പുതിയൊരു അനുഭവമാകുന്നു. നമ്മുടെ ഭാവകത്വ നവീകരണത്തിനായിട്ടുള്ള ഒരു പുതിയ ശ്രമങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നു. മലയാള നോവലിലേക്ക് പുതിയ താരങ്ങൾ ഉദയം കൊള്ളുന്നു തുടങ്ങിയിട്ടുള്ള പ്രതീക്ഷകൾക്ക് അത് ഇടം നൽകിയിരുന്നു. എങ്കിൽ പോലും ഈ അന്തിമ അവാർഡ് ഞാൻ പ്രഖ്യാപിക്കുന്നത് വളരെയേറെ ആഹ്ലാദത്തോടു കൂടിയല്ല. കാരണം ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 5 നോവലുകളെ കുറിച്ചും അവാർഡ് നിർണയ സമിതി നടത്തിയിട്ടുള്ള നിഗമനങ്ങൾ വളരെയേറെ ആഹ്ലാദകരമായ ഒന്നല്ല. അതേപോലെ തന്നെ വായനക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതികരണങ്ങളും വളരെ ആഹ്ലാദകരമായവയായിരുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ പ്രഖ്യാപനം ഞാനിവിടെ നടത്തുന്നത് അല്പം ഖേദത്തോടു കൂടിയാണ്. ഒപ്പം തന്നെ ഈ മത്സരം ഇനിയുള്ള വർഷങ്ങളിൽ തുടരുമ്പോൾ ഇത് നമ്മുടെ പുതിയ എഴുത്തുകാർ കുറെ കൂടി ഗൗരവമായിട്ടത് പരിഗണിക്കുകയും OV വിജയന്റെയും ലോകത്തിലെ മഹത്തായ എഴുത്തുകാരുടെയും ഒക്കെ നോവലുകളിലൂടെ കടന്നു പോവുകയും നോവലിൻ്റെ കലയെ വളരെ ഗാഢമായിട്ട് ഉൾക്കൊള്ളുകയും അതിലൂടെയുള്ള നമ്മെ വിസ്മയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ആവിഷ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ വർഷം ഈ വായനക്കാരുടെ പ്രതികരണങ്ങളും അതേപോലെ 3 അവാർഡ് നിർണയ സമിതി അംഗങ്ങളുടെ തീരുമാനവും അനുസരിച്ച് 5 നോവലുകളിൽ ഒന്നായ സുരേഷ് പി തോമസിൻ്റെ 2048 കിലോമീറ്റർ എന്ന നോവലിന് DC ബുക്സിൻ്റെ നിയമാവലിയുടെ അകത്തു നിന്നുകൊണ്ട്, നിബന്ധനകൾക്കകത്തു നിന്നുകൊണ്ട് 25,000 രൂപയുടെ ഒരു പ്രോത്സാഹന സമ്മാനമാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. നന്ദി. ഇതിൻ്റെ ബഹുമതിപത്രം ഇങ്ങനെയാണ്: മനുഷ്യന്റെ അടിമത്തം എന്ന സമസ്യ ഈ നൂറ്റാണ്ടിലും അവശേഷിക്കുന്നു. സോഷ്യലിസത്തിനും അതിനൊരു പരിഹാരം കാണാനാകുന്നില്ല. ഭൗതിക തലത്തിൽ മാത്രം വർത്തിക്കുന്ന ഒരു സിദ്ധാന്ത സംഖ്യകൾക്കും ഈ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല.
കാരണം മനുഷ്യന്റെ പൈതൃകം സംഘർഷത്തിൻ്റെതാണ്. അവന്റെ ചരിത്രവും ശാസ്ത്രവുമൊക്കെ സംഘർഷാധിഷ്ഠിതമാണ്. ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് നാം തേടേണ്ടത്. ഒ വി വിജയൻ DC ബുക്സ് സംഘടിപ്പിച്ച ഒ വി വിജയൻ സ്മാരക നോവൽ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനത്തിന് 2048 കിലോമീറ്റർ എന്ന കൃതിയുടെ രചയിതാവ് സുരേഷ് പി തോമസ് അർഹനായി. വായനക്കാരും CV ബാലകൃഷ്ണൻ, N പ്രഭാകരൻ, ഡോക്ടർ PK രാജശേഖരൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയും ഘട്ടം ഘട്ടമായാണ് പുരസ്കാര നിർണയം നടത്തിയത്. വിധി നിർണയത്തിൽ പേടിയുടെ തെരുവുകളിൽ തളക്കപ്പെടുന്ന ആൾക്കൂട്ടങ്ങളുടെയും അതിലകപ്പെട്ട് ഇല്ലാതാകുന്ന ജീവിതങ്ങളുടെയും സ്വത്വാവിഷ്കാരമാണ് ഈ കൃതി എന്ന് വിലയിരുത്തപ്പെട്ടു. എഴുത്തിൻ്റെ പ്രകാശഭരിതമായ ഭാവി വഴികളിലേക്ക് ഈ എഴുത്തുകാരൻ നടന്നു കയറട്ടെ എന്ന ആശംസയോടെ ഈ ബഹുമതി പത്രം സാദരം സമർപ്പിക്കുന്നു. സുരേഷ് പി തോമസിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇങ്ങനൊരു I just want to say thanks to everyone. Thank you. സ്നേഹം നിറഞ്ഞ അധ്യക്ഷരാവുകളെ, വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, DC ബുക്സിൻ്റെ 33ാം വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. അതിന് ആശംസ പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. അതിനെ ക്ഷണിച്ച DC ബുക്സിൻ്റെ ഭാരവാഹികളോട് ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കുന്നു. സത്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണെന്ന്, അമിതാഹ്ലാദമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരമൊരു മഹത് സദസ്സിൽ അല്ലെങ്കിൽ ഒരു വിദ്യുത് സദസ്സിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ അപ്പുറത്തെ ഭാഗത്താണ്. മലയാള ഭാഷയുടെ, മലയാള സംസ്കാരത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ ആചാര്യന്മാരായ പ്രിയപ്പെട്ട പത്മനാഭൻ സാറും പ്രൊഫസർ ഡോക്ടർ അഴീക്കോട് സാറും അതോടൊപ്പം നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള വന്ദനാജിയും മറ്റ് പ്രഗത്ഭ പ്രാസംഗികമാരും എഴുത്തുകാരുമൊക്കെ ഇരിക്കുന്ന സദസ്സിൽ എനിക്കിന്നിരിക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. മിസ്റ്റർ രവി സാറിനെ കണ്ടാൽ 33 വയസ്സ് തോന്നുകയില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് 33ാം സെലിബ്രേഷൻ ഇവിടെ നടത്തുന്നത് എന്നോർക്കുമ്പോൾ നാം അദ്ദേഹത്തിൻ്റെ വന്യപിതാവ് DC കിഴക്കേ മുറിക്ക് അനുസ്മരണം അല്ലെങ്കിൽ I owe a tribute to him. That I do with a sincere heart. ഏതാണ്ട് 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, രവി സാർ ഒരു ദിവസം സിറ്റി സെൻറ്ററിലേക്ക് വന്നു. എനിക്കൊരു ചെറിയ ഷോപ്പ് വേണം, എന്തിനാണെന്ന് ചോദിച്ചു. DC ബുക്സ് തുടങ്ങാനാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, DC ബുക്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രസ്ഥാനമാണ്. അതൊരു ചെറിയ ഷോപ്പല്ല. കണ്ണൂർ നിവാസികൾ സുന്ദരന്മാരും സുന്ദരികളും വിദ്യാഭ്യാസമുള്ളവരും പഠിക്കുന്നവരും വായിക്കുന്നവരുമൊക്കെയാണ്. അതുകൊണ്ട് വിശാലമായ സ്ഥലം നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞിട്ട് കാശില്ല എന്നത്രയും. ഒടുവിൽ ഏതായാലും അദ്ദേഹം വിശാലമായൊരു സ്ഥലം കണ്ണൂർ സിറ്റി സെൻറ്ററിൽ എടുത്തു. ആ സ്ഥലം സന്ദർശിക്കാത്ത വ്യക്തികളോ എഡ്യൂക്കേഷനിസ്റ്റോ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന സാഹിത്യകാരന്മാരോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും DC ബുക്ക് ഷോപ്പ് കണ്ണൂരിന് അനുഗ്രഹമാണ്. അതിന്നൊരു വലിയ പ്രസ്ഥാനമാണ്, ഒരു ബുക്ക് ഷോപ്പല്ല. ഞാനിവിടെ ഇരുന്ന് അവരുടെ പാംഫ്ലെറ്റ് നോക്കുകയായിരുന്നു. ദി ആർട്ട് ഓഫ് പബ്ലിഷിംഗ് എന്നാണ് അവരൊരു ശ്ലോകം കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ശ്രദ്ധിച്ചത്. ആർട്ട് ഓഫ് ലിവിങ്, അത് എല്ലാവർക്കും അറിയാം ഇന്ന്. അതിൻ്റെ ആചാര്യൻ ആർട്ട് ഓഫ് ലിവിങ് ഒരു വേൾഡ് ഹൗസ് ഹോൾഡ് നെയിമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ആർട്ട് ഓഫ് പബ്ലിഷിംഗ് എന്താണെന്നാണ് DC ബുക്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസ് ഒബ്സർവർ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട് എന്ന നിലയിൽ ഞാനത് വിലയിരുത്തിയിട്ടുണ്ട്.
അവർ ഈ പാംഫ്ലെറ്റിൽ അല്ലെങ്കിൽ ലീഫ്ലെറ്റിൽ ക്ലെയിം ചെയ്ത എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് എനിക്കറിയാം. അതിമനോഹരമായി ആർട്ട് ഓഫ് പബ്ലിഷിംഗ്, അതിമനോഹരമായി ബുക്ക് പ്രസിദ്ധീകരിക്കുക, നല്ല കവർ ചിത്രങ്ങൾ കൊടുക്കുക, എന്നിട്ട് സാധാരണക്കാരത് വാങ്ങിക്കുക. വാങ്ങിക്കഴിഞ്ഞാൽ അത് വായിക്കും, അങ്ങനെ വായനശീലം വളർത്തുക, വായനശീലയിലൂടെ അനുഭവ വിജ്ഞാനങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് DC ബുക്സ് ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇൻ ദിസ് വേൾഡ്. ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അതിന് ഞങ്ങളുടെ കുട്ടികൾ എവിടെയും പോകേണ്ട, DC ബുക്സിൽ പോയാൽ മതി. അതിനുള്ളൊരു ഒരു ഉദാഹരണമായിരുന്നു ഈ ലാസ്റ്റ് ഹാരി പോട്ടർ. ലോകത്തിലെ എല്ലാ മൂലയിലും രാവിലെ അധികാലത്ത് 5 മണിക്ക് ക്യൂ നിൽക്കുമ്പോഴും DC ബുക്സ് കണ്ണൂരിൽ ക്യൂ ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്, കണ്ണൂരിനെ സംബന്ധിച്ചോളം ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സർവീസാണ്. കാശുണ്ടാക്കുന്നു എന്ന് അത് വേറെ ഇരിക്കട്ടെ, പക്ഷെ അദ്ദേഹം മലയാളത്തിന് ചെയ്യുന്ന വലിയൊരു സേവനമാണ്. ഞാൻ അദ്ദേഹമായിട്ട് കുറച്ച് അടുത്ത് ഇടപെടുകയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ധനത്തിന് ഉപരിയായ ഒരു സർവീസ് മെന്റാലിറ്റി അദ്ദേഹമുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് വളർന്ന് എഡ്യൂക്കേഷണൽ ഫീൽഡിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അതും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ. അപ്പോൾ എനിക്കൊരു വളരെ അപൂർവമായിട്ടുള്ളൊരു സന്ദർഭം കിട്ടിയതാണ് വന്ദനാജിയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ. വന്ദനാജിയുടെ the relentless fight against the environmental protection. God has given us a beautiful environment. We are misusing it, and she is the hope. Or people like Vandanaji is the hope. Vandanaji, I would like to tell you something on behalf of the Kannur people. We are with you. Every citizen of good Indian citizen will be with you, and we belongs to them. Now, just to conclude my felicitation, I wish every success to Ravi and the team, but I would like to propose something to Ravi today. Ravi sir, endu thottal adu gold avunnundu. So I would like to tell him to venture into an electronics media that I got it from the ഇന്നത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ചാനൽ. He should venture into a channel totally dedicated for Malayalam, for the Malayalam writers, for the Malayalam readers, and it will be a great success under his control. സാധാരണ പാർട്ടി, കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായാലും ഒക്കെ നടത്താൻ ഒരു ചാനൽ നടത്താൻ പറ്റുമെങ്കിൽ ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ഇന്റർ ആക്ഷൻ ഫെസിലിറ്റീസും ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള DC ബുക്സിന് അത് സമർത്ഥമായിട്ട് നടത്താൻ പറ്റുമെന്നും അത് ഈ വളരുന്ന സാഹിത്യകാരന്മാർക്ക് ഒരു മുതലക്കോട്ടാവുമെന്നും എനിക്ക് ദൃഢനിശ്ചയമുണ്ട്. അദ്ദേഹത്തിന് എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യാനും തയ്യാറാണ്. അതിൽ അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജയ് ഹിന്ദ്. നന്ദി ശ്രീ അബ്ദുള്ള സുബൈർ. എത്രയോ മുന്നിൽ നിൽക്കുന്ന DC ബുക്സിൻ്റെ ഈ വാർഷിക ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നിവിടെ 18 പുസ്തകങ്ങൾ, 18 വിവർത്തനങ്ങളാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ അപഗ്രഥനം, ആഗോളവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഏതാനും പുസ്തകങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും പുതിയ, ഏറ്റവും മികച്ച സർഗാത്മക രചനകൾ ആണ്. അതിൽ നോബൽ സമ്മാന ജേതാക്കളായ ഷൂസെ സരമാഗോ, ഓർഹൻ പാമുക്, ആൽഫ്രഡ് ലീനിക് തുടങ്ങിയവരുടെ അവരുടെ പുസ്തകങ്ങളും, പിന്നെ യോസയെയും കാർലോസ് ഫുവന്റസിനെയും പോലുള്ള
നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഉത്ബുദ്ധരായുള്ള വായനക്കാരെ ഏറ്റവും അധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരുടെ കൃതികളും ഒക്കെയാണ് ഉള്ളത്. വിവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് വളരെ സമ്പന്നമായ, വളരെ അഭിമാനകരമായൊരു പാരമ്പര്യം ഉണ്ട്. നമുക്ക് അറിയാം, ഒരു കാലത്ത് പാവങ്ങളുടെ പരിഭാഷ ഒരു മതഗ്രന്ഥം എന്ന പോലെ വായിക്കപ്പെട്ടിരുന്നൊരു നാടാണ് നമ്മുടേത്. അതിനുശേഷവും വിവിധ ഘട്ടങ്ങളിലായി വിവർത്തനങ്ങൾ നമ്മുടെ ഭാവുകത്വത്തെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ബോധപൂർവം തന്നെ നമ്മുടെ എഴുത്തുകാരെയും വായനക്കാരെയും ലോകസാഹിത്യവുമായി പരിചയപ്പെടുത്തുന്നതിന്, മനുഷ്യാനുഭവങ്ങളുടെ ആഖ്യാനത്തിന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ എഴുത്തുകാർ സ്വീകരിച്ചു വരുന്ന മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വിവർത്തനം നിർവഹിച്ചിട്ടുള്ള കേസരി ബാലകൃഷ്ണപിള്ള മുതൽ ആധുനിക കാലത്ത് ആധുനികതയുടെ നാനാമുഖങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം വിവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിവർത്തനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ കർമ്മമായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു തുടർച്ച എന്ന നിലയിൽ ആണ് ഈ ശ്രദ്ധേയമായിട്ടുള്ള കൃതികൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. DC ബുക്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി. നന്ദി ശ്രീ എൻ പ്രഭാകരൻ. ആശംസാ പ്രസംഗത്തിനായി ശ്രീ TN പ്രകാശിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, വർഷങ്ങൾക്ക് മുമ്പ് ദേവലോകത്ത് നിന്ന് എന്നെപ്പോലുള്ളവരെ തേടി വരുന്ന 2-3 പുസ്തകങ്ങളുണ്ടായിരുന്നു. വളരെ ചെറിയ സൈസിൽ അഭിനന്ദനായ ശ്രീ DC കിഴക്കേമുറിയുടെ നേതൃത്വത്തിൽ അച്ചടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തപ്പാലിലെത്തുന്ന പുസ്തകങ്ങൾ. ഞങ്ങളുടെ യൗവനാരംഭത്തിലായിരുന്നു ആ പുസ്തകങ്ങൾ കയ്യിൽ ലഭിച്ചത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ 33 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ വയസ്സിനെ കുറിച്ച് ഒരു ധാരണ വരുന്നത്. അത്രയും പുസ്തകങ്ങളുടെ വായനയിലൂടെയാണ് ഞങ്ങളൊക്കെ, എന്നെപ്പോലുള്ളവർ പ്രധാനമായിട്ട് വായനക്കാരായിട്ട് മാറുകയും പിന്നീട് എപ്പോഴോ എഴുത്തുകാരൻ്റെ വേഷം അണിയുകയും ചെയ്യേണ്ടി വന്നത്. വളരെ പിന്നീടാണ് അസുഖമായപ്പോൾ അഭിനന്ദനായ ശ്രീ DC കിഴക്കേമുറിയെ ദേവലോകത്ത് ചെന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ എഴുത്തുകാരന് വേണമെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് അഭിമാനിക്കാം. എല്ലാ മനുഷ്യരെയും ഏക ഭാവത്തോടുകൂടി കണ്ട അത്യുന്നതനായ ഒരു വ്യക്തി. അദ്ദേഹം ഒരിക്കലും ഇന്നത്തെ അർത്ഥത്തിൽ ഒരു പ്രസാധകനായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ തുടർച്ചയാണ് ശ്രീ രവി DC കൊണ്ടുവയ്ക്കുന്നത്, മുന്നോട്ട് ഞങ്ങളെയൊക്കെ നയിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എഴുത്തുകാർ നിർണായക സമസ്യയിലൂടെ നീങ്ങുമ്പോൾ അന്നദാതാവായി മാറിയ ഒരാളാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും അങ്ങനെ പറയാമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളൊക്കെ മറ്റ് ചില ജോലികൾ ചെയ്യുന്നവരാണ്. ജോലിയൊന്നും ചെയ്യാതെ എഴുത്തിൽ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ഒരു വലിയ സമൂഹം എഴുത്തുകാരുടെ അന്നദാതാവായിട്ട് മാറാൻ വേണ്ടി ശ്രീ DC കിഴക്കേമുറിക്കും തുടർന്ന് വന്ന രവിക്കും സാധിച്ചു എന്നുള്ളതാണ് DC ബുക്സ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഏറ്റവും മഹത്തായൊരു കാര്യം. അതിപ്പോൾ 33 വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. 18 പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ വായനക്കാരെയൊക്കെ ധന്യമാക്കിയിട്ടുള്ളത്. കറണ്ട് ബുക്സ് ആകട്ടെ 55 വയസ്സിലും എത്തിയിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നത് അടുത്ത വർഷം 34 വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ
56 വർഷത്തിലേക്ക് കറണ്ട് ബുക്സ് കടന്നു പോകുമ്പോൾ ഒരു 34 പുസ്തകങ്ങളെങ്കിലും പ്രകാശിപ്പിക്കാനുള്ള സൗഭാഗ്യം DC ബുക്സിനുണ്ടാകട്ടെ എന്നാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പിന്നീട് വന്ന ഏറ്റവും ശക്തരായ ഒരു തലമുറ അവർ പുറകിലിരിക്കുന്നുണ്ട്. 5 പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ. അവരെ കൂടി ഈ അവസരത്തിൽ DC കണ്ടെത്തിയ എഴുത്തുകാരാണത്. DC ബുക്സ് കണ്ടെത്തിയ എഴുത്തുകാരാണ്. ഈ എഴുത്തുകാരെ കൂടി ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയും DC കിഴക്കേ മുറിയുടെ ജ്വലിക്കുന്ന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഈ ലഘുഭാഷണം നിർത്തുന്നു. നന്ദി. നന്ദി ശ്രീ TN പ്രകാശ്. ആശംസാ പ്രസംഗത്തിനായി ശ്രീ അംബികാസുധൻ മാങ്ങാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുമ്പോൾ OV വിജയനെ ആദ്യം ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരന് 3 ദിവസം തുടർച്ചയായിട്ട് കേൾക്കാനുള്ള ഒരവസരം ഭാഗ്യവശാൽ ഉണ്ടായി. അതിനുശേഷം പലപ്പോഴും DC കിഴക്കമുറി എന്ന വലിയ മനുഷ്യനെ ഒരുപാട് പ്രാവശ്യം കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ വലിയൊരു നന്മയുടെ തണലിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ചുരുക്കമല്ല 18 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വായന മരിച്ചു എന്നുള്ള വിലാപങ്ങൾ ചുറ്റും ഉയരുന്ന ഒരവസരത്തിലാണ് നാം ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2000 ടൈറ്റിലുകളാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ ഒരു പ്രാദേശിക ഭാഷയിലും ഇതിനടുത്ത് പോലും പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒറ്റ തെളിവ് മതി വായന മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ. ഇവിടെ 18ഓളം പുസ്തകങ്ങൾ വിദേശ ഭാഷകളിൽ നിന്നും മലയാളത്തിൽ എത്തുകയാണ്. എൻ്റെ ഏറ്റവും തലപ്പത്ത് ഒന്നാമതായിട്ടിരിക്കുന്നത് വന്ദന ശിവയുടെ പുസ്തകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രവർത്തനത്തിൽ ആ നന്മയുടെ തണൽ എന്ന് ഞാൻ വിശേഷിപ്പിച്ചല്ലോ, ഈ പ്രവർത്തനത്തിൽ വലിയ നന്മയും കലയും ഉണ്ട്. ഏറ്റവും മനോഹരമായിട്ട് അച്ചടിച്ചിറക്കപ്പെടുന്ന പുസ്തകങ്ങൾ എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും 18 പുസ്തകങ്ങളിൽ ആദ്യം വന്ദന ശിവയുടെ പുസ്തകം വയ്ക്കുന്ന ഇതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ളൊരു സദാചാര ബോധത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഒരു ഔചിത്യം. അതോടൊപ്പം തന്നെ അതുപോലെയുള്ള വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഓണച്ചാനലുകളിലേക്ക് കണ്ണു തുറന്നാൽ നാം ആവർത്തിച്ച് കാണുന്ന മുഖങ്ങൾക്കപ്പുറത്ത് അങ്ങനെയൊന്നുമല്ലാത്ത വിശിഷ്ട വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നന്മ, അത് മറ്റെവിടെയും കാണാത്ത ഒരു നന്മയാണ്. ഈ പ്രകാശത്തിൽ DC ബുക്സിൻ്റെ കുടുംബത്തിൻ്റെ ഈ മഹനീയമായ പ്രസാധനശാലയുടെ പ്രകാശത്തിൽ ഇത്തിരി നേരം ഇരിക്കാൻ എനിക്കും സൗഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ അംബികാസുധൻ മാങ്ങാട്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി DC ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം ജനറൽ മാനേജരായ ശ്രീ AV ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, DC ബുക്സിൻ്റെ 33-ാം വാർഷികവും കറണ്ട് ബുക്സിൻ്റെ 55-ാം വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ പങ്കെടുത്ത് ഈ പരിപാടിയെ ധന്യമാക്കിയ നിങ്ങളെ ഏവരോടും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കണ്ണൂരിൽ ഒരു DC ബുക്സിൻ്റെ പരിപാടി നടക്കുമ്പോൾ അതിന് ഏറ്റവും ഉചിതനായ ഒരാൾ തന്നെയാവണം എന്ന് ഞങ്ങൾക്ക് DC ബുക്സിന് നിർബന്ധമുണ്ടായിരുന്നു. കണ്ണൂരിലെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായ ശ്രീ T. പത്മനാഭനെ അതിന് നമുക്ക് ലഭിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്.
അദ്ദേഹത്തിന് നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും DCUസിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തട്ടെ. ഏറെ പ്രസിദ്ധരായ ആളുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ DC കിഴക്കുമുറി അനുസ്മരണ സ്മാരക പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. ആ ഗ്രൂപ്പിലേക്ക് എന്തുകൊണ്ടും ഉചിതനായ വ്യക്തിത്വമാണ് ശ്രീ സുകുമാർ അഴീക്കോട്. ജനാധിപത്യത്തിൻ്റെ പരീക്ഷണ മുഖങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ട് നമ്മളുടെ സ്വസ്ഥതകളെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഇനി നാം എങ്ങനെയാണ് രാഷ്ട്രത്തെയും സമൂഹത്തെയും കാണേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിൽ ജനാധിപത്യത്തിൻ്റെ പരീക്ഷണമുഖങ്ങൾ അവതരിപ്പിച്ച ശ്രീ സുകുമാർ അഴീക്കോടിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DCUസിൻ്റെ പേരിലും നന്ദി അറിയിക്കട്ടെ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ തീവ്രവും നമ്മളുടെ ചിന്തകളെ പ്രകോപിപ്പിക്കുന്നതും അതേസമയം നമ്മളെ ആവേശഭരിതരാക്കുകയും ചെയ്യുന്ന പ്രസംഗം നിർവഹിച്ച് ആഗോളവൽക്കരണത്തെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും കുറിച്ച് നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകിയ ശ്രീമതി വന്ദന ശിവ, അവരെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DCUസിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ പ്രകാശനകർമ്മം നിർവഹിക്കുകയും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ശ്രീ N. പ്രഭാകരൻ, ശ്രീ TN. പ്രകാശ്, ശ്രീ അബ്ദുള്ള സുബൈർ, CV. ബാലകൃഷ്ണൻ, അംബികാസുധൻ മാങ്ങാട് എന്നിവർക്കും DCUസിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ നോവൽ അവാർഡിന് പ്രോത്സാഹന സമ്മാനാർഹനായ ശ്രീ സുരേഷ് P. തോമസിനെയും മറ്റ് നോവൽ അവാർഡിന് പരിഗണിക്കപ്പെട്ട നോവലിസ്റ്റുകളായ സുമോദ്, റോഷ്നി സ്വപ്ന, P. രഘുനാഥ്, ജോസ് കെ മാനുവൽ എന്നിവരെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DCUസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് സാർത്ഥകമാക്കുകയും ചടങ്ങിനെ വേണ്ട മറ്റ് ഒരുക്കങ്ങൾ ചെയ്തു തരികയും ചെയ്ത ഇവിടുത്തെ പ്രവർത്തകരോടും അത് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ മാധ്യമപ്രവർത്തകരോടും സർവോപരി കണ്ണൂരിലെ പ്രബുദ്ധരായ വായനക്കാരോടുമുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഓണക്കാലത്തിന്റെ ആഹ്ലാദഭരിതമായ അന്തരീക്ഷത്തിൽ DC ബുക്സ് കറന്റ് ബുക്സ് വാർഷിക വേള പങ്കിടാനെത്തിയ നിങ്ങൾക്കായി DC ബുക്സ് ഒരുക്കുന്ന ഗാനമേളയാണ് അടുത്ത ഇനം. സുപ്രഭാതം